വാട്സ്ആപ്പ് ബോയ്സ് സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോക്കകത്ത് നമ്മൾ എറണാകുളം പോവുകയാണ് ലോജിടെക്കിന്റെ മൗസ് റെഡിയാക്കാൻ. പെട്ടെന്ന് പുതിയൊരു മൗസ് കിട്ടിയാൽ മതിയായിരുന്നു. അവർ റിപ്പയറും ചെയ്യത്തില്ല, സ്വിച്ച് ചെയ്യാറേ ഉള്ളൂ. നമ്മുടെ ഏസുസിൻ്റെ ഗ്രാഫിക്സ് കാർഡ് കണക്ക് സ്വിച്ച് ചെയ്തിട്ട് പിന്നെ വർക്ക് ചെയ്ത് വരുന്ന ആ സംഭവം ഒന്നും വരാതെ എനിക്കൊരു പുതിയ മൗസ് കൊണ്ട് സ്വിച്ച് ചെയ്ത് തന്നാൽ അത്രയ്ക്ക് പെട്ടെന്ന് കാര്യം കഴിയും. എന്താ ഈയിടക്കായിട്ട് ഓരോ സാധനങ്ങൾ ഇങ്ങനെ കേടായിക്കൊണ്ടിരിക്കുക. കൊള്ളാം, എന്തായാലും വാറണ്ടി കണ്ടായതുകൊണ്ടെന്ന് പറഞ്ഞാൽ പോലും എനിക്ക് അവരുടെ പോയി വന്നിരിക്കണ്ടേ, അത് മെനക്കേടാ. എന്നാലും വീട്ടിലാരും ഇല്ല, അമ്മയച്ഛനും എല്ലാവരും കടയിലോട്ട് പോയി. ഞാനിപ്പോൾ എന്തായാലും മറ്റേ എന്തായാലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ വണ്ടി ഞാൻ മുമ്പിൽ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു, ടയർ പഞ്ചർ റെഡിയാക്കാൻ. അത് പോയി മേടിക്കണം. ഇപ്പം ആ വണ്ടി ഞാനുമായിട്ട് ഒരു ടയറിൻ്റെയും പഞ്ചറിൻ്റെയും ബന്ധമാണ്. അല്ലെങ്കിൽ വീടടച്ചിട്ട് നേരിട്ട് പോവാം, എന്നായിരിക്കും നല്ലത്. വീടടച്ചിട്ട് നമുക്ക് വണ്ടി എടുത്ത് നേരിട്ട് പോവാം. ഞാൻ ഒന്നും മറക്കുന്നില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ കണ്ണിലെ കുരു മാറിയിട്ട് പോലും. ഏട്ടാ ബൈക്കിൻ്റെ കാര്യമില്ലേ, ബൈക്ക് ഞാൻ ഇന്ത്യക്കകത്ത് ഇതെന്താണ് ചേട്ടാ കൊടക്കുന്നെന്തിനാ എൻ്റെ ബുക്ക്. ഇന്ത്യയിൽ ഇതുവരെ ഒരുത്തം മേടിച്ചിട്ടുണ്ട്, അവന് ഞാൻ മെസ്സേജ് അയച്ചായിരുന്നു. എന്നുവെച്ചാൽ കയറ്റത്തിനുള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ റിലയബിലിറ്റി ഇഷ്യൂ ഉണ്ട്. അപ്പം ആ ഒരു വലിയ ബൈക്ക് ബാംഗ്ലൂരിൽ റിലയബിലിറ്റി ഇഷ്യൂ ആണെന്നും പറഞ്ഞ് എപ്പോഴും കൊണ്ടു നടക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ അവനേക്ക് മെസ്സേജ് അയച്ചു. അവൻ റിപ്ലൈ വരെ നോക്കട്ടെ. അവനെ മേടിച്ചിട്ടുള്ളൂ, ഇന്ത്യ ഒരെണ്ണമാണ് മേടിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു. എപ്പോഴും ബാംഗ്ലൂർ പോയി വരുന്നതൊക്കെ ടാസ്ക് ആയിരിക്കും. അപ്പം വണ്ടിക്ക് റിലയബിലിറ്റി ഉണ്ടോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, റിലയബിൾ ആണോ? ടയർ പഞ്ചർ റെഡിയാൻ തോന്നുന്നു. ഈ പഞ്ചർ റെഡിയാക്കാൻ പറ്റത്തില്ല, ഈ ടയറും പോയി കിടക്കുക, അതിന്റെ കമ്പി കുത്തി കയറി വെച്ചിരിക്കുന്നതായിരിക്കും. വോയിസ് അപ്പം ഞാൻ ലോജിടെക്കിന്റെ സർവീസ് സെന്ററിലെത്തി. ഉറക്കുമെന്ന് എന്താ എനിക്കറിയാം. എന്നാലും ലോജിക്കിന്റെ ഓത്തറൈസ്ഡ് സർവീസ് സെന്റർ ആ റൈറ്റ് സൈഡിലുണ്ട്. ഇവിടെ ഒന്നും വണ്ടി പാർക്കാൻ സ്ഥലമൊന്നുമില്ല. അപ്പം ഞാൻ എന്തായാലും ഒരു സ്ഥലത്തോട്ട് മൂലയ്ക്കൊരിട്ട് ഇനി പെട്ടെന്ന് പോയി കൊടുത്തിട്ട് വരാം, അല്ലെങ്കിൽ പിന്നെ ഇനി അടുത്ത വണ്ടി വരത്തില്ല. കണ്ട സ്ഥലമില്ല, ഈ ഒരു മൂലയ്ക്ക് ഇട്ടിരിക്കുന്നു. അപ്പോൾ ഇതാണ് SLIT സർവീസ് ഫസ്റ്റ് ഫ്ലോർ, ആ പൊക്കത്തായിട്ട്. അപ്പോൾ ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അടുത്ത ഷോട്ടിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഞാനിവിടെയൊക്കെ സംസാരിച്ച് തിരിച്ചിറങ്ങി വരുന്നതായിരിക്കും. ബോയ്സ്, അപ്പോൾ നമുക്ക് മൗസ് ഒരാഴ്ചക്കുള്ളിൽ കിട്ടും, പുതിയത്. ബാഗുമായിട്ട് അകത്ത് പോയോണ്ട് ഇരിക്കാനും പറ്റുന്നില്ല. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഒരു സ്റ്റുഡിയോ കാണാൻ പോകണം, എൻ്റെ അടുത്ത് വരുന്ന ഒരു വീഡിയോയ്ക്ക് വേണ്ടിയാണ്. അപ്പം സ്റ്റുഡിയോ ഓൾറെഡി ഞാൻ നമ്പറുണ്ട് സ്റ്റുഡിയോയുടെ. അത് പോയി വലുതാണോ ചെറുതാണോ നോക്കേണ്ടി വരും പോയിട്ട്, അതിന് വേണ്ടി. അപ്പോൾ എന്തായാലും നമുക്ക് പോവാം. ഞാനപ്പോൾ എത്തി. ക്രിയേറ്റിംഗ് ഡിജിറ്റൽ ആസ്പിറൻസ് എന്നൊക്കെ ബിൽഡിംഗ് കാണുന്നത് അവിടെ കാണാവോ? ബോറധികര. ഇത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ കോസ്റ്റ് ആണ്. ഫസ്റ്റ് ഫ്ലോർ എങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് 5 ലക്ഷം ഉണ്ടാക്കണത് കേട്ട് നമുക്ക് വണ്ടി ഡിസൈഡ് ചെയ്യണം. ഇപ്പം 5 ലക്ഷത്തിൽ എത്ര രൂപ എൻ്റെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. ഫസ്റ്റ് ഫ്ലോർ ആണ്. കണ്ടിട്ട് ഇത് തന്നെ സ്ഥലം തോന്നുന്നു. നമ്മുടെ യൂസ് കേസിന് പറ്റിയ സിംഗിൾ ബാക്ക് ഡ്രോപ്പേ ഉള്ളൂ. ഞാൻ ഉദ്ദേശിക്കുന്ന കുറച്ചുകൂടി ഈ വൈറ്റ് ഉണ്ട്, ഈ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനത്തെ ഒരു സ്പേസ് ഇനി എവിടെ കിട്ടുമെന്ന് അറിയത്തില്ല. എന്തായാലും ഞാനത് കാണിച്ചപ്പം അവർ പറയുന്നത് ഇവിടെ എന്തായാലും നടക്കില്ല. പിന്നെ വേറെ പീക്കോ എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അവിടെ പോയി നോക്കാൻ പറഞ്ഞു. ഒരു പോകാം. ഞാൻ രണ്ടാമത്തെ സ്ഥലത്തിരിക്കുവാണ്, പീക്കോ. കുറച്ച് സമയം എടുത്താലും ദ പിക്ചർ ഗോ ഡോട്ട്. എൻ്റെ മനസ്സ് പറയും ഇതൊക്കെ ചെയ്യേണ്ട അവസാനം എനിക്ക് കൊടുക്കുക ചിലവായിരിക്കും. നമുക്ക് അതിൻ്റെ സ്റ്റുഡിയോ സ്പേസ് നോക്കിയിട്ട് വരാം. ലെവൽ 2 ഔട്ട് ഓഫ് 3 വേണ്ട സ്പേസ്. ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവിടെ. ബോയ്സ്, അപ്പോൾ സെക്കൻഡ് സ്ഥലത്ത് ഇവർക്ക് വൈറ്റ് സ്പേസ് ഉണ്ട്. അപ്പം ഇത് ആകുമെന്ന് തോന്നുന്നു. എന്തായാലും 2-3 പേർക്ക് നിൽക്കാമല്ലേ. നിങ്ങൾ എന്തായാലും പറ കമൻറ്റ് വല്ല. അടിവർക്ക് ബോയ്സ് പോഡ്കാസ്റ്റ് റൂം ഉണ്ട്. ഇതിപ്പോൾ എൻ്റെ ആവശ്യത്തിനില്ല, എന്നാലും പിന്നെ എപ്പോഴും വേണമെങ്കിൽ നോക്കാം. ഇവിടുത്തെ പ്രൈസ് എന്ന് പറയുന്നത് ഫസ്റ്റ് മണിക്കൂറിന് 3000 രൂപ, പിന്നെ ബാക്കി ഓരോ മണിക്കൂർ 2000 രൂപ വെച്ച്. അപ്പോൾ 8 മണിക്കൂറിന് അവർ പിന്നെ പറയുന്നത് 8000 രൂപ എന്നാണ്. അത് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അറിയില്ല, എനിക്ക് തലവേദന എടുക്കുന്നില്ല അങ്ങോട്ട്. ഇതിനകത്ത് നീ എന്തൊക്കെ വീഡിയോ ചെയ്തുണ്ടാക്കും ഞാൻ. ഇറ്റ് ഷുഡ് ബി വർത്ത് ഇറ്റ്. അത് ഇത്രയും പൈസ ഇത്രയ്ക്ക് റിട്ടേൺ ഒന്നും ഇല്ല സത്യം പറഞ്ഞാൽ. പക്ഷെ എന്നാലും എനിക്കിങ്ങനെ ചെയ്യാൻ താല്പര്യമുണ്ട്. ഞാൻ എന്തിനാണ് ദൈവമേ യൂട്യൂബ് ചെയ്യുന്നത്? ഞാൻ കുത്തുവാള എടുക്കൂല ഇങ്ങനെ പോയി കഴിഞ്ഞാൽ. നോക്കട്ടെ. സ്റ്റുഡിയോ എന്തോ കുരുവാ. എന്തായാലും കഴിക്കാം, വിശന്നിട്ട് വരാം. ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞ ഓർമ്മയുണ്ടായിരുന്നു. മറ്റേ ഒരു മൂവിയുടെ എന്തോ ഷോർട്ട് ഫിലിം വേണ്ടി ഒരാൾ എനിക്ക് 25,000 രൂപ എങ്ങാണ്ട്, ഏകദേശം 25,000 എൻ്റെ ഒക്കെ ചോദിച്ചായിരുന്നു. അപ്പം അവൻ്റെയൊക്കെ ലൊക്കേഷൻ അയച്ചു കൊടുത്തിട്ട് അവൻ വരുമെന്ന് പറഞ്ഞിരിക്കുന്നത്. കുറച്ചാകുമ്പോൾ പോസ്റ്റ് ആയിരുന്നു, പിന്നെ ഇപ്പോൾ ലൊക്കേഷൻ അയച്ചു കൊടുത്തി. മറ്റേ അതിനുവേണ്ടിയൊക്കെ പോകാൻ കുറേ ദൂരമായിരുന്നു. എല്ലാം കൂടി ഒരേ സ്ഥലം ഏതാണ്ട് ഉൾഗ്രാമത്തിൽ കൂടിയൊക്കെ ആയിരുന്നു സ്റ്റുഡിയോ തപ്പി പിടിച്ചത്. അപ്പോൾ ഇവനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലോട്ട് പോകണം. ഓൾറെഡി ആയിട്ട് എൻ്റെ കയ്യിൽ പൈസ ഇങ്ങനെ നോട്ടടിച്ച് വെച്ചിട്ടൊന്നും ഇല്ല. പക്ഷെ എന്നാലും ആൾക്കാരിങ്ങനെ ചോദിക്കുമ്പം അറ്റ്ലീസ്റ്റ് ലിസൺ. ഇഫ് ഐ ക്യാൻ ഐ വിൽ ട്രൈ. അപ്പം നിങ്ങളും കൂടി നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ അഭിപ്രായം കമൻറ്റിൽ പറ. കൊടുക്കണോ കൊടുക്കണ്ടയോ? എനിക്കിഷ്ടമുണ്ടെങ്കിൽ കൊടുക്കൂ, എനിക്കിഷ്ടമില്ലെങ്കിൽ കൊടുക്കണ്ട. എനിക്ക് കണ്ടിട്ട് എന്ത് ലെജിറ്റായിട്ട് തോന്നുന്നു, വർക്കൗട്ട് ആവുമോ, അങ്ങനെ എന്താ നല്ല നിങ്ങൾ കേക്ക്. ഞാൻ അവൻ്റെ പറഞ്ഞിട്ടുണ്ട് വരാം. കുറേ നേരം അവനെ കാണുന്ന പോലും ഇല്ല. അവനെന്നെ കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നുണ്ട്. ഞാൻ മറ്റേ സ്ഥലത്ത് സ്റ്റുഡിയോയിലൊക്കെ പോയി വന്നപ്പം
പിന്നെ താമസം 4 മണിക്കൂറായിട്ട് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണമെന്നൊക്കെ അവൻ പറയുന്നു. ബോയ്സ്, അപ്പം കക്ഷി ഇതാണ്. ഞാൻ ആലപ്പുഴ നേരത്തെയും പരിചയപ്പെട്ടിട്ടുണ്ട്. ഇതിപ്പോൾ 3ാമത്തെ ഷോർട്ട് ഫിലിം അല്ലേ? അപ്പം 3ാമത്തെ ഷോർട്ട് ഫിലിമാണ്. ഈ ഇടയ്ക്ക് ഇപ്പം മൂവിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു പോർട്ട്ഫോളിയോക്കകത്ത് ഈ ഒരു മൂവിയും കൂടി ചെയ്യണം എന്നുള്ള ആഗ്രഹമാണ്. അപ്പം എന്നെ നേരത്തെ പരിചയം ഉണ്ടായിരുന്നു, കുറച്ച് 2 വർഷം മുമ്പേ കണ്ട പരിചയം. ആ സമയത്ത് നമ്പർ മേടിച്ചു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ബ്രോ പറഞ്ഞു. ഞാൻ ഓൾറെഡി കേട്ടോ, നിങ്ങളൊന്ന് കേട്ടേക്ക്. എൻ്റെ പേര് കിരൺ എന്നാണ്. ഞാനിപ്പോൾ അർജുനായിട്ടുള്ള ചെറുപ്പിന് 2023 ചെറുപ്പിനാണ് നമ്മൾ ടൗണിൽ വെച്ച് കണ്ടത്. ടൈമിലാണ് കണ്ടത്. ഞാൻ ആലപ്പുഴ തന്നെ ഉള്ളതാണ്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കരിയറിൽ ഞാനൊരു ഷോർട്ട് ഫിലിം ലാസ്റ്റ് ഒരു പോർട്ട്ഫോളിയോയ്ക്ക് വേണ്ടി ലാസ്റ്റ് ഒരു വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടി, അതിൻ്റെ ഒരു പ്രീ പ്രൊഡക്ഷൻ വർക്കിലൊക്കെ ആയിരുന്നു. ആ സമയത്ത് നമുക്ക് ഫണ്ടിൽ കുറച്ച് ഇഷ്യൂസ് വന്നപ്പോഴത്തേക്കും അർജുനെ കോൺടാക്ട് ചെയ്തതാണ്. അങ്ങനെ അത് ഇന്നലെ നൈറ്റ് കോൺടാക്ട് ചെയ്തത്. കോളിൽ ഇങ്ങനെ ആരാ ആദ്യം വരുന്നത്, എൻ്റെ മൈൻഡിൽ നോക്കുന്ന ആരാണ് ആദ്യം സ്ലൈഡ് ചെയ്തപ്പോൾ കറക്റ്റ് അർജുൻ വന്ന് കോൾ ചെയ്തു. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള എനിക്കിങ്ങനെ പലവട്ടം ഇങ്ങനെ ക്യാമറ ഇത് ക്യാമറ കാണിക്കുന്നതല്ലേ, ഇത് ക്യാമറ അല്ലാതെ കുറേ വർക്ക് ഇങ്ങനെ വന്നിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളതാണ്. ഞാൻ റിട്ടേൺ ഉപയോഗിച്ചൊന്നും കൊടുക്കാറില്ല. പക്ഷേ ഇപ്രാവശ്യം ഈ ഒരു എമൗണ്ട് ആയതുകൊണ്ട് ലൈക്ക് ഐ വാണ്ട് ഇറ്റ് ടു ബി ഗുഡ്. എനിക്കങ്ങനെ ഇത് തിരിച്ച് റിട്ടേൺ മേടിച്ചിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്നുള്ള താല്പര്യമൊന്നുമില്ല. അത് ബ്രോഡ് ഒരു താല്പര്യം. അത് ഇപ്പോൾ എനിക്ക് വേണ്ടി തന്നെ വെയിറ്റ് ചെയ്തിപ്പോൾ എത്ര മണിക്കൂറായി? 4 മണിക്കൂറായി. അപ്പോൾ ബ്രോഡ് ഒരു താല്പര്യം കാരണം ലൈക്ക് ഇഫ് ഐ ആം ഏബിൾ ടു സപ്പോർട്ട് ഐ വാണ്ട് സപ്പോർട്ട്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ ഇപ്പം നേരത്തെ ചെയ്ത 2 ഷോർട്ട് ഫിലിം ലിങ്ക് വേണം ഇട്ടേക്കാൻ ഞാൻ ഇവിടെ. അത് തുടക്കത്തെ ഷോർട്ട് ഫിലിമാണ്, ജഡ്ജ് ചെയ്യരുത്. അത് കഴിഞ്ഞിട്ട് മൂവിയിലൊക്കെ അസിസ്റ്റന്റ് എന്തായിട്ട് വർക്ക് ചെയ്തത്? ഓക്കെ, നല്ല പട്ടിപ്പണിയാ ഇത്. ഇതുവരെ ഇൻകം ആയിട്ടില്ല, നല്ല പണിയാ കേട്ടാ. അതിന്റെ പോർട്ട്ഫോളിയോ മനസ്സിലായല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്ത് പറയുന്നത് കമന്റിൽ പറയാം. ഞാൻ എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങൾ ചോദിച്ച് ഡീറ്റെയിൽ ആക്കിയേക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾ കമന്റ്സിൽ പറ. ഏകദേശം 4 മണിക്കൂർ എല്ലാം ആയിട്ട് ഇപ്പം ക്യാമറമാനായിട്ട് അസിസ്റ്റന്റ് ക്യാമറമാനായിട്ടൊക്കെ സിനിമ വർക്ക് ചെയ്യുന്നു. നല്ല പട്ടിപ്പണിയാണ്, പക്ഷെ ശമ്പളം ഇതുവരെ ആയിട്ടില്ല കേട്ടാ. അത് സംസാരിക്കുക മനസ്സിലാവും, എന്ത് ചെയ്യാം. അപ്പോൾ ഇനീഷ്യൽ ഫേസ് ആവും ബ്രോയിൻ്റെ കാര്യമുണ്ട്. അപ്പോൾ നിങ്ങളെന്ത് പറയുന്നത് പറയാം. 5 ലക്ഷം എനിക്ക് കൂട്ടിക്കൊണ്ടിരിക്കാൻ പോവായിരുന്നു ഞാൻ. ഇതിനകത്തോട്ട് കയറി 60-70,000 രൂപ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും തടയാത്ത പണിയാണ്. എന്നാലും അവൻ്റെ പോർട്ട്ഫോളിയോയ്ക്ക് വേണ്ടി എനിക്കൊരു പരിചയം പോലും ഇല്ല അവനെ സത്യം പറഞ്ഞാൽ. പക്ഷെ എന്തോ മുമ്പിലോട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പോകണ്ടാനായിരിക്കും. പിന്നെ ഞാൻ ഇവിടെ വെച്ച് ഹെൽപ്പ് ചെയ്യുമെന്നും പറഞ്ഞ് എന്നോട് പറ്റുമെങ്കിൽ ഹെൽപ്പ് ചെയ്യും. പക്ഷെ എൻ്റെ പൈസ ഇപ്പം എൻ്റെ കയ്യിലില്ല. ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് വരണം കുറച്ച് പൈസ. ആ പൈസ എടുത്ത് കൊടുക്കേണ്ടി വരും. എന്തായാലും അവരുടെ പ്രൊഡക്ഷനും അവരുടെ ഷൂട്ടിങ്ങിൻ്റെ ഒക്കെ ദിവസം ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. എന്തായാലും നമുക്ക് വീട്ടിൽ പോകാം. ബോയ്സ് അങ്ങനെ ഞാൻ വീട്ടിലെത്തി. ഗേറ്റൊക്കെ അടച്ചെന്ന് തോന്നുന്നു 11:30 പോലും ആയില്ല. അതിന് മുമ്പ് എൻ്റെ വീട്ടിലെ ഗേറ്റൊക്കെ അടച്ചു, താക്കോലൊക്കെ ഇട്ടിട്ടുണ്ട്. നീ അച്ഛനെ ഒന്ന് വിളിച്ചെഴുന്നേപ്പിച്ച് വായിരിക്കുന്നത് കേട്ടിട്ട് നമുക്ക് വീട്ടിലോട്ട് കയറാം. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നാളെ കാണാം. വായിരിക്കുന്ന ഒറ്റയ്ക്ക് കേൾക്കാം. I hope you guys are wonderful and wonderful. I feel I'll see you guys next time. Please. ഉറക്കം വരുന്നത് എനിക്ക്.